ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഗ്രീൻ പീസ് ഒന്ന് നട്ടു നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അത് ആക്ച്വലി ഞാൻ ഗ്രീൻ പീസിൻ്റെ വിത്തുകൾ പാവിയിട്ടുണ്ടായിരുന്നു. കുറച്ചധികം തന്നെ പാവിയിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല എങ്ങനെ വരും എന്നുള്ളത്. അതുകൊണ്ട് പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഒരു 3-4 തൈകളാണ് നമുക്ക് മുളച്ച് കിട്ടിയത്. വിത്തിൻ്റെ ഗുണമില്ലായ്മ കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ കുറച്ചൊക്കെ ഇങ്ങനെ മുളച്ച് വന്നെങ്കിലും പിന്നീട് അത് കേടായിട്ട്. അങ്ങനെ ഒരു 4 തൈകളാണ് നമുക്ക് ആക്ച്വലി കിട്ടിയത് കേട്ടോ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ വിത്ത് നടലിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഗ്രോ ബാഗിൽ നമ്മൾ മണ്ണിന് പകരം കരിയിലയാണ് കേട്ടോ കൂടുതലായിട്ട് നിറയ്ക്കുന്നത്. അപ്പോൾ അത് നല്ലൊരു മെത്തേഡാണെന്ന് കേട്ടു. അതായത് നമുക്ക് ആ കരിയില തന്നെ കമ്പോസ്റ്റായിട്ട് മാറി മണ്ണിൻ്റെ ഒപ്പം കുറച്ച് മണ്ണും കൂടെ ആഡ് ചെയ്യണം. അങ്ങനെ അത് നല്ലൊരു കമ്പോസ്റ്റായിട്ട് മാറി നല്ലൊരു വളമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ എങ്ങനെ എനിവേ ഞാൻ കരിയിലയൊക്കെ ചാക്കിൽ നിറച്ചു. അതിനുശേഷം കുറച്ച് മണ്ണും പോട്ടി മിക്സും ഒക്കെ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ചും കൂടെ കരിയിലൊക്കെ ആഡ് ചെയ്ത് അങ്ങനെ ഗ്രോ ബാഗ് സെറ്റായി കേട്ടോ. അതിനുശേഷം നമ്മുടെ തൈകളാണിത്. ആ തൈകൾ നമ്മൾ പതുക്കെ എടുത്ത് വയ്ക്കുകയാണ്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല വലിയ കരുത്തൊന്നും പറയാനില്ലെങ്കിലും കുഴപ്പമില്ലാത്ത തൈകളാണ്. അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മളിത് വലിയ രീതിയിൽ ഉള്ളൊരു കൃഷി എന്നുള്ള രീതിയിലല്ല, നമ്മളെല്ലാം ഇപ്പോൾ ഒരു ട്രയൽ പോലെയാണ് ചെയ്ത് നോക്കുന്നത്. എത്ര നല്ല രീതിയിൽ കിട്ടുമോ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. എന്തായാലും എനിക്കൊരു മനസ്സിന് ഭയങ്കര സന്തോഷം നൽകുന്ന കാര്യമാണ് ഇങ്ങനെ ഓരോന്ന് കൃഷി ചെയ്യുന്നതും അതിൻ്റെ ഒരു ഫലം കിട്ടുന്നതൊക്കെ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ തൈകളൊക്കെ നട്ടു, വെള്ളമൊക്കെ ഒഴിച്ചു. അത്രയ്ക്കേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇതെങ്ങനെയാവും എന്നുള്ളത് എന്തായാലും ഉറപ്പായിട്ടും നമ്മൾ വീഡിയോയിലൂടെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒരു ദിവസം കൂടെ താങ്ക് യു.